വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാം കണക്കുകൾ എന്ന് ശരിയായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മുമ്പോട്ട് അങ്ങ് പോകുകയേ ഉള്ളൂ. എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ നടന്നിരുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇന്ന് ഈ രാത്രിയിൽ വചനം കേൾക്കാൻ ഇവിടെ വരില്ല. കാരണം പകൽ മുഴുവൻ അധ്വാനിച്ചു, രാത്രി വിശ്രമിക്കാനുള്ളതാണ്. കാരണം നാളെയും എനിക്ക് അധ്വാനിക്കാനുണ്ട്. എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, അതിനപ്പുറത്ത് മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം. എൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തൊരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന തിരിച്ചറിവ്, എൻ്റെ മനസ്സിനും ഇച്ഛയ്ക്കും അപ്പുറത്ത് ഒരു ശക്തി എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന തിരിച്ചറിവ് എപ്പോൾ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ എന്നെങ്കിലുമൊക്കെ പാളിപ്പോയതിൻ്റെ നൊമ്പരവും സങ്കടവും മുറിവുകളും മനസ്സിലും ആത്മാവിലും ശരീരത്തിലും പേറുന്നവരാണ് നാം എന്നതുകൊണ്ടല്ലേ. ഞാൻ വിചാരിക്കുന്നത് അതൊരു ഉത്ഥാന അനുഭവമാണ്. ഉത്ഥിതന്റെ ശരീരം മഹത്വമാർന്ന ശരീരമാണ്. പക്ഷേ തോമാശ്ലീഹായോട് ഈശോ പറയുന്ന എന്താ? വന്ന് കാണാനാ പറയും. നീ വന്ന് കാണ്, എൻ്റെ കൈകളിലെ മുറിപ്പാടുകൾ കാണുക, എൻ്റെ തിരുവിലാവിലെ കുന്തം കൊണ്ട് പിളർത്തിയ മുറിവ് കാണാൻ പറഞ്ഞു. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലും മുറിവുകളുണ്ട്. മനസ്സിലാവുന്നു? മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലും മുറിവുകളുണ്ട്. പക്ഷേ ആ മുറിവുകൾ ചോരയൂറുന്ന, വേദന കിനിയുന്ന, നിരാശജന്യമായ മുറിവുകളല്ല. ഇനിമേൽ ആ മുറിവുകളെല്ലാം രക്ഷയുടെ അടയാളങ്ങളാണ്. വിശ്വാസത്തിലേക്ക് ഒരുവനെ ഉയർത്താനും ഉണർത്താനും ശക്തമായ രക്ഷയുടെ അടയാളങ്ങളാണ് ഉത്ഥിതന്റെ മുറിവുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൻ്റെ മുറിവുകളുണ്ട്. പക്ഷേ രക്ഷാകര അനുഭവത്തിലേക്ക്, നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴാണ് നാം തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെ ഈ മുറിവുകളൊന്നും ആത്യന്തികമായി നിരാശപ്പെടുത്താൻ, തകർത്താനുള്ള വഴികളായിരുന്നില്ല, തളർത്താനുള്ള നിമിത്തങ്ങളുമായിരുന്നില്ല. പിന്നെ അവയെല്ലാം എന്തായിരുന്നു? രക്ഷയുടെ അടയാളങ്ങളായിരുന്നു. രക്ഷകനെ തിരിച്ചറിയാനുള്ള വഴിത്താരകളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഈ മനുഷ്യര് വരികയാണ്. കണക്കുകൂട്ടലുകൾ തെറ്റിയ മനുഷ്യരല്ലേ രക്ഷാകര ചരിത്രത്തിൽ ഉടനീളമുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഏതൊരു യഹൂദ ചെറുപ്പക്കാരനെയും പോലെ 19-ാം വയസ്സിൽ അപ്പനാകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നടന്ന, അതിന് ദൈവത്തിൻ്റെ അരുളപ്പാടും കിട്ടിയ മനുഷ്യനായിരുന്നു ആര്? അബ്രാഹം, ഇല്ലേ? അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രാഹത്തിന് പ്രായം എത്ര വയസ്സായിരുന്നു? ലോഗോസ് ക്വിസിലൊക്കെ സമ്മാനം മേടിക്കുന്ന അമ്മച്ചിമാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അബ്രാഹത്തിന് വയസ്സ് എത്രയായിരുന്നു? കഴിഞ്ഞ കൊല്ലം ലോഗോസ് ക്വിസിന് ഈ വചനഭാഗങ്ങളായിരുന്നു ചോദിച്ചിട്ടുള്ളത്. എത്ര വയസ്സായിരുന്നു? അബ്രാഹത്തിന് 100 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു. വാഗ്ദാനം കിട്ടിയപ്പോൾ എത്രയായിരുന്നു വയസ്സ്? കല്യാണം കഴിക്കുമ്പോൾ പ്രായം എത്രയാ? 18. യഹൂദ ചെറുപ്പക്കാരന്മാരുടെ കല്യാണ പ്രായം അതാണ്. അബ്രാഹം 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച അബ്രാഹത്തിന് അരുളപ്പാടിൻ്റെ സാക്ഷാത്കാരം ലഭിക്കുന്നത് എപ്പോൾ? 100 വയസ്സ്. അബ്രാഹം എത്ര കൊല്ലം കാത്തിരുന്നു? കണക്ക് കൂട്ടിയ തെറ്റും, അല്ലേ? എത്ര കൊല്ലം കാത്തിരുന്നിട്ടുണ്ടാവും? 82 കൊല്ലം കാത്തിരുന്നു. ഈ അബ്രാഹം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ വന്ധിയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൂർവ്വപിതാവായിരുന്ന ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക വന്ധിയായിരുന്നു, ഇല്ലേ? യാക്കോബിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ട റാഹേല് വന്ധിയായിരുന്നു. സാംസന്റെ അമ്മ വന്ധിയായിരുന്നു. സാമുവേലിൻ്റെ അമ്മ വന്ധിയായിരുന്നു. സ്നാപക യോഹന്നാന്റെ അമ്മ വന്ധിയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയും വന്ധിയായിരുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായക സ്ഥാനത്ത് നിൽക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ വ്യക്തികളുടെ അത്രയും മാതാപിതാക്കൾ വന്ധ്യരാകാൻ കാരണമെന്ത് എന്ന് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വന്ധ്യത ഒരിക്കലും അടുത്ത തലമുറയിലേക്ക് പകരുന്ന അസുഖമല്ല. അസുഖമാണോ? അല്ല. എന്തുകൊണ്ടായിരിക്കും?
എന്തുകൊണ്ടായിരിക്കും? ഇത് ബുദ്ധി ആവശ്യമുള്ള ചോദ്യമായതുകൊണ്ട്. സോളമൻ്റെ ബുദ്ധിയുള്ള പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയും. വന്ധ്യത ഒരിക്കലും അടുത്ത തലമുറയിലേക്ക് പകരിയല്ല. എന്തുകൊണ്ടായിരിക്കും? ബുദ്ധിമാന്മാർ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ? ഏതാണ്? അടുത്ത തലമുറ അവർക്കില്ല. ചിലർ തലപോഞ്ഞ് ആലോചിക്കുകയാണ് ഇത് എന്തുകൊണ്ടായിരിക്കും പകരിയല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് അടുത്ത തലമുറ ഇല്ല അല്ലേ? പക്ഷെ ഈ രക്ഷാകര ചരിത്രത്തിൽ നോക്കുക, തലമുറകളിലേക്ക് പടരുന്ന ഒരുതരം പകർച്ചവ്യാധി പോലെ രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായക സ്ഥാനത്ത് നിൽക്കാൻ ദൈവം വിളിച്ച ഈ വ്യക്തികളുടെ അത്രയും മാതാപിതാക്കൾ വന്ധ്യരായി തീർന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോഴാണ് ഈ മനുഷ്യരൊക്കെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയതും വിശ്വാസത്തിൻ്റെ മോറിയ മലയോളം ഉയർന്നതും. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കല്യാണം കഴിഞ്ഞ് പിറ്റേ കൊല്ലം അബ്രാഹത്തിന് ഇസ്ഹാക്ക് എന്ന പുത്രൻ ജനിച്ച എന്നാ പറ്റുമായിരുന്നു? നിങ്ങളിൽ പലരും, പല അമ്മച്ചിമാരും ചെയ്യുന്നത് പോലെ സാറാമ്മ കൊച്ചിനെ തോളയിലിട്ടുകൊണ്ട് ഗമേ നടന്നേനെ. എന്താ പറയുക? ഹോ, ഞങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ ആദ്യത്തെ കുസുമം, എൻ്റെ മാതൃത്വം പുഷ്പിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലേ? അതേസമയം കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും മക്കളുണ്ടാകുന്നില്ല. ആ അപ്പൻ്റെയും അമ്മയുടെയും സങ്കടം എത്ര വലുതാണ്. സകലമാന ധ്യാന കേന്ദ്രങ്ങളിലും പോകും, ജാഗരണ പ്രാർത്ഥനകളിൽ പങ്കെടുക്കും, അതുപോലെ നാട്ടിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ചെന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും. എന്നിട്ട് 14-ാം വർഷത്തിലൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ മാമോദീസ മുക്കാൻ കൊണ്ടുവന്നൊരു അമ്മച്ചിയെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ആനവാതിൽ തൊട്ട് ഈ അൾത്താര വരെയും നടന്നു വരുന്ന ആ ശുശ്രൂഷയ്ക്കിടയിൽ അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ദൈവം തന്ന നിധിയാണ് ഈ കുഞ്ഞ് എന്ന്. എത്രയോ കൊച്ചുങ്ങളെ ഞാൻ മാമോദീസ മുക്കിയിട്ടുണ്ട്, വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ? കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം അല്ലെ 2 കൊല്ലത്തിനുള്ളിൽ കൊച്ചി ജനിച്ചാൽ അത് ഞങ്ങളുടെ സാമർഥ്യമെന്നേ എല്ലാവരും പറയുള്ളൂ. 14-ാം കൊല്ലം ജനിച്ചപ്പോൾ എന്ത് പറയും? ഇതെൻ്റെ സാമർഥ്യമല്ല. ആരുടെ സാമർഥ്യം? സർവേശ്വരൻ്റെ സാമർഥ്യം. എന്തിനാ ദൈവം മനുഷ്യൻ്റെ കണക്കുകൾ തെറ്റിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രാഹത്തിൻ്റെ കണക്കുകൾ തെറ്റിയപ്പോൾ അബ്രാഹം എന്ത് ചെയ്തു? സർവേശ്വരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമായില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 100-ാം വയസ്സിൽ അബ്രാഹത്തിന് കുഞ്ഞ് ജനിച്ചപ്പോൾ അബ്രാഹം കേവലം ഇസഹാക്കിൻ്റെ മാത്രം പിതാവല്ല, വിശ്വാസികൾക്ക് മുഴുവനും അവൻ പിതാവായി. യഹൂദരവനെ വിശ്വാസികളുടെ പിതാവായി, ഇസ്ലാം മതസ്ഥർ അവനെ വിശ്വാസത്തിൻ്റെ പിതാവായി, ക്രിസ്ത്യാനികൾ അവനെ വിശ്വാസത്തിൻ്റെ പിതാവായി വാഴ്ത്തുന്നു. എന്തുകൊണ്ട്? കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ അവൻ ഒരിക്കലും തെറ്റാത്ത കണക്കുള്ള ദൈവം തമ്പുരാനെ മുറുകെ പിടിച്ചു എന്ന പരമാർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ജീവിതത്തിൽ ഉത്ഥിതനായ മിശിഹാ തരുന്ന അടിസ്ഥാന സന്ദേശങ്ങളിലൊന്നാണ്. കണക്കുകൂട്ടലുകൾ തെറ്റി അപ്പസ്തോലന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പോകുക. രക്ഷകനെ കൈവിട്ടു. കുറേയൊക്കെ പ്രാർത്ഥിച്ചു നോക്കി, എന്നിട്ടൊന്നും രക്ഷപ്പെടുന്നില്ല. നവീകരണത്തിലേക്ക് വന്നവരിൽ പലരുടെയും അനുഭവമാണ്. കുറേയൊക്കെ പ്രാർത്ഥിച്ചു നോക്കി, എന്നിട്ടും സ്ഥിരതയോടെ നിലനിൽക്കാൻ പറ്റുന്നു. തലശ്ശേരി രൂപതയ്ക്ക് ഒരു മദ്യപാന ചികിത്സാ കേന്ദ്രമുണ്ട്, പ്രതീക്ഷ എന്ന പേരിൽ. ഇവിടെയുള്ള മദ്യപാന ചികിത്സയ്ക്ക് വിധേയമായവരുടെ മാസക്കൂട്ടായ്മകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ മാസക്കൂട്ടായ്മകളിൽ അവർ പങ്കുവയ്ക്കുന്നത് ഇതാണ്: കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, അത് കഴിയുമ്പോൾ അങ്ങ് വീണു പോകുക. ഒരു 5-6 ഷാപ്പിൻ്റെ ബോർഡൊക്കെ വായിച്ച് പിടിച്ചു നിൽക്കുക. പിന്നെയും ഇത് കാണുമ്പോഴോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പസ്തോലന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ക്രിസ്തുവിനെ മറന്ന് തങ്ങളുടെ പഴയ തൊഴിലിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് പോയി. മനുഷ്യനെ പിടിക്കാനായി ഗുരു വിളിച്ചു ചേർത്ത ഈ അപ്പസ്തോലന്മാർ ഇപ്പോഴതാ മനുഷ്യരെ മറന്ന് വീണ്ടും ചാളയുടെ പുറകെ പോയി. മീൻ പിടിക്കാൻ നോക്കി, വല്ലതും കിട്ടിയോ? വീണ്ടും കണക്കുകൾ തെറ്റുന്നു. വീണ്ടും കണക്കുകൾ തെറ്റുക. ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിയപ്പോൾ അതിന് പരിഹാരം തേടി നീ 100 വഴികൾ അന്വേഷിക്കരുത്. പരിഹാരം ഒന്നേ ഉള്ളൂ: ഒരിക്കലും തെറ്റാത്ത കണക്കുള്ള ദൈവം തമ്പുരാനിലേക്ക് തിരിച്ചു നടക്കുക എന്നത് മാത്രമേ
ജീവിതത്തിൻ്റെ തിരിച്ചടികളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇവർ ചെന്ന് രാവെളുക്കോളം വലവീശി, ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുക. യാതൊന്നും കിട്ടിയില്ല അവർക്ക്. രാവെളുക്കോളം വലവീശിയിട്ടും യാതൊന്നും കിട്ടിയില്ല. പലരുടെയും ഗതികേട് ഇത് തന്നെയാണ്. ജീവിതത്തിൽ തിരിച്ചടികൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ടുണ്ടാകുമ്പോൾ ഒരു ബിസിനസ് ചെയ്തു, അത് പരാജയപ്പെട്ടു, അടുത്ത ബിസിനസ്സിലേക്ക് പോയി, അവിടെ